എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. കോഫി വിത്ത് കാൻഡിഡേറ്റ്സിൽ നമ്മളിപ്പോൾ ഇന്ന് എത്തിയിട്ടുള്ളത് പരക്കാട് 3-ാം വാർഡിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി ശ്രീ എല്ലിശ്ശേരി വിശ്വനാഥൻ്റെ വീട്ടിലാണ്. സ്വാഗതം. സ്വാഗതം. നമസ്കാരം. 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 നമ്മൾ ആസന്നമായിട്ടുള്ള 2025 ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. ഒരുപക്ഷെ താങ്കളുടെ ഒരു രാഷ്ട്രീയ ജീവിതം തന്നെ ഈ ജനങ്ങൾക്ക് വേണ്ടി ഒഴിഞ്ഞു വെച്ച ഒരു ജീവിതമായിട്ടാണ് ഞങ്ങൾക്കൊക്കെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഒരുപക്ഷെ 4 തവണ ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പറായിട്ടുണ്ട്. ഇനിയും ഒരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുകയാണ്. ഈ അവസരത്തിൽ എന്ത് തോന്നുന്നു? 3 തവണ മെതുക് വാർഡിൽ നിന്നു തന്നെ ഇതിനു മുൻപ് ജനപ്രതിനിധിയാകാൻ അവസരം ലഭിച്ചിട്ടുണ്ട്. ഇത് 4ാമത്തെ തവണയാണ് മത്സരിക്കുന്നത്. 2000 മുതലുള്ള ജനപ്രതിനിധി എന്ന നിലയ്ക്ക് ആ വാർഡിൻ്റെ വികസനത്തിൽ കാര്യമായ പങ്കുവഹിക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരു ജനപ്രതിനിധി എന്ന ഒരു സ്ഥാനവും ജനങ്ങളുടെ മനസ്സിൽ എന്നെക്കുറിച്ചായിരിക്കും കരുതുക എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഓരോരുത്തരുടെയും രാഷ്ട്രീയം എന്ത് എന്ന് ഞാൻ നോക്കാറേ ഇല്ല. അവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് അവരുടെ വികസന പ്രവർത്തനങ്ങൾ എന്താണോ ആവശ്യമായി വരുന്നത് കാലഘട്ടത്തിനനുസരിച്ച് അത് നടപ്പിലാക്കുക എന്നത് തന്നെയാണ് ഒരു ജനപ്രതിനിധിയുടെ ചുമതല എന്ന് അറിഞ്ഞും പ്രവർത്തിക്കാൻ ഇതിനകം എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഒരു കയറിയിരിക്കാൻ ഒരു വീടില്ലാത്ത ഒരു ജനപ്രതിനിധിയാണ് എന്ന് പറഞ്ഞ പഞ്ചായത്തിലെയും മറ്റ് പഞ്ചായത്തിലെയും എന്നെ അറിയുന്ന ആളുകൾ എത്രത്തോളം വിശ്വസിക്കുമെന്നറിയില്ല. നിങ്ങൾ ഈ പരിപാടി, ഈ പ്രോഗ്രാം മറ്റുള്ളവരുടെ ഒക്കെ തന്നെ വീടുകളിൽ വെച്ചിട്ടാണ് നടക്കുന്നത് എന്ന് കണ്ടപ്പോൾ എന്നായിക്കോട്ടെ എന്ന് വിചാരിച്ചതാണ് ഞാൻ. ഈ കഴിഞ്ഞ കാലങ്ങളിൽ പിന്നെ മറ്റ് നിലയ്ക്ക് അർഹതപ്പെടാത്ത തരത്തിലുള്ള ധനസമ്പാദനത്തിന് ശ്രമിക്കുകയാണെങ്കിൽ എനിക്കും മാന്യമായ ഒരു വീട് ഇതിനകം പൂർത്തീകരിക്കാൻ കഴിയും എന്ന് ജനങ്ങൾക്കറിയാം. എൻ്റെ വാർഡിൽ നിന്ന് ഒരു കക്ഷി വീടിൻ്റെ ശോചനീയാവസ്ഥ പറയാൻ വേണ്ടിയിട്ട് ഓട്ടോറിക്ഷ വിളിച്ച് കഴിഞ്ഞ തവണ പഞ്ചായത്ത് മെമ്പറാകുമ്പോൾ ഇവിടെ വരികയുണ്ടായി. അപ്പോൾ വന്ന ആളോട് ഞാൻ ചോദിച്ചു, എന്താ വന്നേ ചോദിച്ചു. അല്ലേ ഒന്നുമില്ല. അപ്പോൾ എന്നാലും പറയൂ, എന്താ ഒരു കാര്യമില്ലാതെ ഈ വിളിച്ചപ്പോൾ 7 മണിക്ക് ഓട്ടോറിക്ഷ വിളിച്ചിട്ട് ഇവിടേക്ക് വരില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്താ നീ മെമ്പറോട് പറയണത്? എൻ്റെ വീടിൻ്റെ അവസ്ഥയൊന്ന് പറയാൻ വേണ്ടിയിട്ട് വന്നതാ. അപ്പം നോക്കുമ്പോൾ മെമ്പർ താമസിക്കണത് അതിലും കഷ്ടമായിട്ടാ. അങ്ങനെയുള്ള മെമ്പറോട് ഞാൻ എന്താ പറയണത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പം എനിക്ക് ലൈഫ് ഭവന നിർമ്മാണ പദ്ധതി പ്രകാരമോ PMAY ഭവന നിർമ്മാണ പദ്ധതി പ്രകാരമോ ധനസഹായം പറ്റാനുള്ള അർഹതയില്ല എന്ന ഉത്തമ വിശ്വാസമുള്ള ആളാണ് ഞാൻ. കാരണം ഇപ്പോഴും കൂട്ടവകാശത്തിൽ 8 ഏക്കറോളം ഭൂമി വെങ്ങാനെല്ലൂർ വില്ലേജിലും ചേലക്കോട് വില്ലേജിലുമായിട്ട് എൻ്റെ പേരിലും എൻ്റെ സഹോദരൻ രാമേന്ദ്രൻ്റെ പേരിലുമായിട്ടുണ്ട്. 25 സെന്റിൽ കൂടുതൽ ഭൂമി സ്വന്തമായിട്ടുള്ള കുടുംബങ്ങൾക്ക് യാതൊരുവിധ കാരണവശാലും ഇത്തരത്തിലുള്ള ഭവന നിർമ്മാണത്തിന് അർഹതയില്ല. അത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഞാൻ അത്തരം കാര്യങ്ങൾക്ക് ഒന്നും തന്നെ എനിക്കൊരു കുറ്റബോധവും ഇല്ലാത്തത് ഞാൻ ഇത്തരം ഒരു സൗകര്യത്തിൽ കഴിയണം. ഇതൊരു വീട് എന്ന നിലയ്ക്കൊന്നും കാണണ്ട. 94 ഞാൻ 92 ഇത് നെല്ല് കൊയ്തു മെതിക്കാൻ ഉണ്ടാക്കിയ ഒരു ഷെഡാ. മഴക്കാലത്ത് നെല്ല് ഇതിൻ്റെ ഉള്ളിൽ കൊടുന്നിട്ടിട്ട് മെതിക്കാൻ ഉണ്ടാക്കിയതാ. 2014 എൻ്റെ അമ്മ മരണപ്പെട്ടതിന് ശേഷം ഒരു പൊതുപ്രവർത്തകൻ മറ്റു കുടുംബവും കുട്ടികളുമായിട്ട് കഴിയണ കുടുംബത്ത് താമസിക്കണത് മറ്റുള്ളവർക്ക് അസൗകര്യമാകോ എന്ന ഒരു തോന്നലിന്റെ ഭാഗമായിക്കൊണ്ട് ഒറ്റയ്ക്ക് വന്ന് കഴിയണത്. എൻ്റെ മറ്റ് ഭൂമിയിലുള്ള ആദായങ്ങളുള്ള ഭൂമി തന്നെയാണ്. അതൊക്കെ തന്നെ സഹോദരനായിട്ടുള്ള രാമേന്ദ്രൻ എന്ന കക്ഷി മാത്രമാണ് ഇപ്പോൾ
പിന്നെ ആദായം പറ്റിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ 8 അംഗങ്ങളുള്ള കുടുംബത്തിൽപ്പെട്ട ഒരാളാണ് ഞാൻ. മറ്റേ പെങ്ങന്മാരുടെയൊക്കെ ഭാഗം കൊടുത്തിട്ടുള്ള ഇന്ന് ഈ കാണുന്ന ഭൂമി ഒന്നും തന്നെ മറ്റേ കുടുംബ സ്വത്തായിട്ട് കിട്ടിയിട്ടുള്ള വകകളല്ല. 1978 മുതൽ 121 ഏക്കർ സ്ഥലം ജില്ലാ കൃഷിത്തോട്ടത്തിന്റെ കൈവശത്തിൽ ഇപ്പോൾ ഉള്ളത് മൈനർ ഇറിഗേഷന്റെ ഭൂമി ആകണ കാലത്ത് അത് പാട്ടത്തിന് എടുത്തിട്ട് കൊല്ലം 1/2 ഏക്കർ 1 ഏക്കർ വീതം വാങ്ങി ഉണ്ടാക്കിയ ഭൂമി. ഞാൻ ഇതിനു മുമ്പ് 3 തവണ പഞ്ചായത്ത് മെമ്പറായിട്ടുണ്ട് എന്ന് സൂചിപ്പിച്ചു. 3 തവണയും എൻ്റെ പേരിൽ ഉണ്ടായിരുന്ന ഭൂമിയിലെ കുറേശ്ശെ വിറ്റു. ഇപ്പൊ കഴിഞ്ഞ തവണ പഞ്ചായത്ത് മെമ്പറായപ്പോ ഈ വരണ കുളത്തിന്റെ അവിടെ ഞാൻ കൈകൊണ്ടൊന്ന് കാണിച്ചു. ആ കുളം എൻ്റെ പേരിലായിരുന്നു, ഞാനതിപ്പോ വിറ്റു. ജലസേചനത്തിന് വേണ്ടിയിട്ട് 6 സെന്റും ആ കുളത്തിന്റെ വരമ്പും ആ തെങ്ങുൾപ്പെടെ വാങ്ങിയതാ. അതിപ്പോ എനിക്ക് സാമ്പത്തിക പ്രയാസം കാരണം ഞാനത് വിറ്റു. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള കൃഷിഭൂമി എൻ്റെയും സഹോദരൻ്റെയും ഉടമസ്ഥാവകാശത്തിൽപ്പെട്ട. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഞാൻ കഴിയണത് ഇങ്ങനെയുള്ള വീട്ടിലാണെങ്കിലും എൻ്റെ വാർഡിലെ ജനങ്ങളുടെ ആവശ്യമാണ് വിശ്വത്തിന് എപ്പോഴും എന്താ പറയണ്ട കണക്കാക്കുന്നത്. എന്തായാലും കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ജനപ്രതിനിധിയായിരുന്നു, സ്വതന്ത്രനായിട്ട് വരെ മത്സരിച്ച് ഇവിടെ ഈ ഒരു വാർഡ് താങ്കളെ അംഗീകരിച്ചിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ വർഷം സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിരുന്നു. അപ്പോൾ LDFന്റെ ഒരു ഭാഗമായിട്ടാണ് ഇത്തവണ നമ്മൾ ജനപ്രതിനിധി അല്ലെങ്കിൽ ഈ പറയുന്ന തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ഈ ഇത്രയും വർഷം ഈ ഒരു പരക്കാട് ഭാഗത്ത് അല്ലെങ്കിൽ ഈ 3-ാം വാർഡ് ഈ ഒരു ഭാഗത്തെ വികസന പ്രവർത്തനങ്ങളെ സംബന്ധിച്ചൊരു അവലോകനമാണ് ഞങ്ങൾക്ക് വിശ്വത്തിൽ നിന്ന് കിട്ടാറുണ്ട്. ഇനി നമ്മൾ എന്തൊക്കെ ചെയ്യാൻ പോകുന്നു, ഇത്രയും നമ്മൾ ഇവിടെ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എന്താണ്, എന്തൊക്കെ വികസന പ്രവർത്തനങ്ങളാണ് നടത്താൻ സാധിച്ചിട്ടുള്ളത്? നിലവില് ഇന്ന് കാണുന്ന PMGSY പദ്ധതി പ്രകാരം പണി പൂർത്തീകരിച്ച പരക്കാട് മെതുക് റോഡിന്റെ ആദ്യഘട്ട സ്ഥലമെടുപ്പ് ഉൾപ്പെടെ ആ റോഡ് നിർമ്മാണം നടത്തുന്ന സമയത്ത് പഞ്ചായത്ത് മെമ്പർ 2000-2004 സമയത്ത് ഞാൻ തന്നെയായിരുന്നു. അപ്പോൾ അന്ന് മുതൽ പിന്നെ അവിടുത്തെ വികസന പ്രവർത്തനങ്ങളിൽ കാര്യമായ നേതൃത്വപരമായ പങ്കുവഹിക്കാൻ കഴിഞ്ഞ ഒരു ജനപ്രതിനിധിയും കൂടിയാണ്. 2 റോഡ് സ്ഥലം കാശ് കൊടുത്ത് വാങ്ങി നിർമ്മാണം പൂർത്തീകരിക്കുന്നതിനും ആ പ്രദേശത്തുകാർക്ക് ഗതാഗതത്തിന് ഉപയോഗിക്കുന്നതിനും സൗകര്യം ഒരുക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല അവിടെ സ്വന്തമായ ഒരു കെട്ടിടം എന്ന നിലയ്ക്ക് 2000 പഞ്ചായത്ത് മെമ്പർ ആയ കാലത്ത് തന്നെ സ്ഥലം കാശ് കൊടുത്തു വാങ്ങിയിട്ട് ഒരു കുടുംബശ്രീ ഭവനം നിർമ്മിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൂടാതെ അവിടെ ഒരു പിന്നെ ഗ്രാമ കേന്ദ്രം 2 നില വരുന്ന ഒരു ബിൽഡിങ്, അതും ഒരു പൊതു കെട്ടിടം നിർമ്മിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. നിലവില് റോഡുകളായിട്ടുള്ള മുഴുവൻ റോഡുകളും സഞ്ചാരയോഗ്യമാക്കുകയല്ല, മാന്യമായ രീതിയിലുള്ള പുനർനിർമ്മാണം നടത്തുന്നതിന് കഴിഞ്ഞിട്ടുണ്ട്. പുതിയ റോഡുകൾ പാലക്കുന്ന് ഉന്നതി റോഡ് ഉൾപ്പെടെ ആ പുതിയ റോഡുകൾ പണി പൂർത്തീകരിക്കുന്നതിനും കോൺക്രീറ്റ് ചെയ്യുന്നതിനും ചെട്ടിക്കുന്ന് റോഡ്, അതുപോലെ തന്നെ മനക്കൽത്തോടി റോഡ്, അതുപോലെ തന്നെ പൂവത്താണി കൂടംകുത്തി റോഡ്, അതുപോലെ തന്നെ മെതുക് കുട്ടാടൻ റോഡ് പാഞ്ഞാൾ പഞ്ചായത്തായിട്ട് ബന്ധിപ്പിക്കുന്നത്. ഇന്ന് കാണുന്ന ആ റോഡുകളുടെ ഒക്കെ തന്നെ ആരംഭത്തിലെ പഞ്ചായത്ത് മെമ്പർ എന്ന നിലയ്ക്ക് പ്രവർത്തിക്കാൻ കഴിഞ്ഞു എന്നത് ആ പ്രദേശത്തുകാർക്ക് നേരിട്ടറിയാവുന്ന കാര്യം. ആ ആത്മസംതൃപ്തിയോടുകൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. മാത്രമല്ല അവിടെ കുടിവെള്ള പദ്ധതികൾ ഇപ്പൊ അമ്പലക്കുന്ന് തെക്കേ ചോലക്കൽ കുടിവെള്ള പദ്ധതിയും കൂടി പൂർത്തീകരിക്കാൻ കഴിയുന്നതോടുകൂടി വാർഡിനകത്ത് 8 കുടിവെള്ള പദ്ധതികളാണ്.
ഇപ്പം കുടിവെള്ള മെതുക് തെക്കേച്ചോലക്കൽ കുടിവെള്ള പദ്ധതി എന്ന് പറയുന്ന മുഴുവൻ പണിയും പൂർത്തീകരിച്ച് ബോറ് അടിച്ച് ഈൽഡ് ടെസ്റ്റ് നടത്തി മോട്ടർ വെക്കാനും ടാങ്ക് നിർമ്മിക്കാനും ഉള്ള ടെൻഡർ കഴിഞ്ഞ് കിടക്കുക. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് മതി ആ പ്രവൃത്തി എന്ന് പറഞ്ഞിരിക്കുക. ഞാൻ നേരത്തെ സൂചിപ്പിച്ച PNGS പദ്ധതി പ്രകാരം 2ാം ഘട്ടവും പണി പൂർത്തീകരിച്ച പരക്കാട് മെതുക് റോഡിന്റെ ചില ഭാഗങ്ങളിൽ കാനയില്ലാത്തതിന്റെ ഭാഗമായി കൊണ്ട് റോഡ് റീടാറിങ് നാശാകാൻ തുടങ്ങി എന്ന് കണ്ടപ്പോൾ തന്നെ ഈ വർഷം വീണ്ടും അതിന്റെ മെയിൻ്റനൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു 5 ലക്ഷം രൂപ പദ്ധതി വെച്ചിട്ടുണ്ട്. ടെൻഡർ കഴിഞ്ഞിട്ടുണ്ട്. അതില് ആ റോഡിന്റെ കുറച്ചു ഭാഗം സൈഡ് കെട്ട് ഇടിഞ്ഞു പോയിട്ടുണ്ട് ശക്തമായ മഴയിൽ എന്നതുകൊണ്ട് അതും കൂടി ഉൾപ്പെടുത്തിയിട്ട് നിർമ്മാണം. കുടിവെള്ള പദ്ധതിയുടെ കാര്യം പറയുമ്പോഴാണ് കഴിഞ്ഞ ഈ ഒരു ഭരണസമിതിയുടെ സമയത്ത് പരക്കാട് ഭാഗത്തുള്ള ചില കുടിവെള്ള പദ്ധതി വിശ്വേട്ടന്റെ അല്ലെങ്കിൽ അത് കാര്യമായി ശ്രദ്ധിക്കുകയോ ചെയ്തിട്ടില്ല. ചില അർഹരായിട്ടുള്ള ആൾക്കാർക്ക് ചില പദ്ധതി മുഖാന്തരമുള്ള കുടിവെള്ള പദ്ധതി മുടങ്ങിപ്പോയി എന്നുള്ളൊരു ആരോപണം കേൾക്കാനുണ്ട്. അതെന്താണ് അതിന്റെ വാസ്തവം? ഒരിക്കലും ശരിയല്ല. 2002 ഞാൻ പഞ്ചായത്ത് മെമ്പറായിരിക്കുമ്പോൾ പ്രവർത്തനം ആരംഭിച്ച പരക്കാട് കുടിവെള്ള പദ്ധതി 2-3 വാർഡിലെ ഗുണഭോക്താക്കൾക്ക് വേണ്ടിയിട്ട് നിലനിൽക്കുന്ന പദ്ധതിയാണ്. അതിലെ 2ാമത്തെ കുടിവെള്ള സ്രോതസ്സിന് മോട്ടർ വെക്കുന്നതിനും പമ്പിംഗ് മെയിൻ സ്ഥാപിക്കുന്നതിനും മോട്ടോർ ഷെഡ് സ്ഥാപിക്കുന്നതിനും ആയിട്ട് ഞാൻ 3.5 ലക്ഷം രൂപ വകയിരുത്തി. ആ സമയത്ത് അതിന് റോഡിന്റെ സൈഡ് കാന നിർമ്മാണം വന്നു എന്നതുകൊണ്ട് തന്നെ നിലവിലുണ്ടായിരുന്ന പൈപ്പുകൾ മാറ്റി സ്ഥാപിക്കേണ്ടതായി വന്നു എന്നതുകൊണ്ട് ഈ 3.5 ലക്ഷം രൂപ ആ പദ്ധതി പണി പൂർത്തീകരിക്കാൻ തികയാതെ വന്നതിനെ തുടർന്ന് വീണ്ടും 1.25 ലക്ഷം രൂപ പഞ്ചായത്ത് പദ്ധതി വിഹിതം മാറ്റിവെക്കുകയും അത് മറ്റൊരു ടെൻഡർ വഴി നടപ്പിലാക്കുകയും ചെയ്തിട്ടുണ്ട്. കുറച്ച് കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പ് സമയത്താണെന്നോ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്താകാം ഇങ്ങനെയുള്ള ആക്ഷേപം വന്നത്. അത് ആ ആക്ഷേപത്തിന് അടിസ്ഥാനമില്ലാത്ത അവിടെ നിലവിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുടിവെള്ള പദ്ധതിക്ക് വേനൽക്കാലത്ത് അധിക സോഴ്സ് ആവശ്യമാണ് എന്ന തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിൽ കുടിവെള്ള സംഘം തന്നെ സ്വന്തം കാശ് മുടക്കി കുത്തിയ ബോർവെല്ലിൽ മോട്ടർ ഇറക്കുന്നതിനും മറ്റുള്ളതിനും ഫണ്ട് പഞ്ചായത്ത് മാറ്റിവെക്കുകയാണ് ചെയ്തത്. അവിടെ കുടിവെള്ളത്തിന് ഈ മെതുക് അമ്പലക്കുന്ന് തെക്കേച്ചോലക്കൽ കുടിവെള്ള പദ്ധതിയും കൂടി യാഥാർത്ഥ്യമാകുന്നതോടുകൂടി ജൽജീവൻ മിഷന്റെ കുടിവെള്ള പദ്ധതി ഇല്ലാതെ തന്നെ വാർഡില് സമ്പൂർണമായും മുഴുവൻ കുടുംബങ്ങൾക്കും കുടിവെള്ളം എത്തിക്കാവുന്ന തരത്തിൽ പദ്ധതി പൂർണ്ണമാകുക. അല്ല, ജൽജീവൻ മിഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു കുടിവെള്ള പദ്ധതി അവിടെ നടപ്പാക്കുന്നതിന്റെ സാധ്യതകളെ കുറിച്ച് താങ്കൾ പരിശോധിച്ചിട്ടുണ്ടോ? ജൽജീവൻ അതിലാണ് ഒരു ചെറിയ ഒരു ആരോപണം മറ്റ് രാഷ്ട്രീയ കക്ഷികളും അതുപോലെ തന്നെ പൊതുജനങ്ങളുടെ അടുത്ത് നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. മെതുക് 3-ാം വാർഡ് എന്ന് പറയുന്ന ഞാൻ പ്രതിനിധാനം ചെയ്തിരുന്ന വാർഡിനകത്ത് ജൽജീവൻ മിഷന്റെ പൈപ്പ് സ്ഥാപിക്കല് ഇതിനകം കഴിഞ്ഞിട്ടില്ല, ആരംഭിച്ചിട്ടില്ല. അതിന്റെ കാരണം വാർഡ് മെമ്പർ എന്ന നിലയ്ക്ക് ഞാൻ എഴുതി കൊടുത്തതിന്റെ ഭാഗമായി കൊണ്ടല്ല. അവരുടെ ജൽജീവൻ മിഷന്റെ സാറ്റലൈറ്റ് സർവേ പ്രകാരം ആ വാർഡിനു മാത്രം ടാങ്ക് നിർമ്മിക്കുന്നത് കൊണ്ടാഴി പഞ്ചായത്തിലെ കേരകക്കുന്നത്ത് നിന്നുള്ള ടാങ്കിൽ നിന്നാണ് സപ്ലൈ. മറ്റ് 21 വാർഡുകളും 22 മുമ്പുണ്ടായിരുന്നത് 21 വാർഡിലേക്കും കുറുമലയിൽ വാങ്ങിയിട്ടുള്ള 16 സെന്റ് സ്ഥലത്ത് നിർമ്മിക്കാൻ പോകുന്ന ടാങ്കിൽ നിന്ന് സപ്ലൈ. അത് ഞാൻ ഉണ്ടാക്കിയ സർവേ റിപ്പോർട്ടല്ല, സാറ്റലൈറ്റ് സർവേ റിപ്പോർട്ട് പ്രകാരം ജൽജീവൻ മിഷന്റെ നടത്തിപ്പുകാർ തയ്യാറാക്കിയ, വാട്ടർ അതോറിറ്റി തയ്യാറാക്കിയ സർവേ പ്രകാരമുള്ള ഡീറ്റെയിൽസ് ആണ് ഞാൻ പറഞ്ഞത്. അത് പ്രകാരം കൊണ്ടാഴി പഞ്ചായത്തിലെ കേരകക്കുന്നത്ത് സ്ഥാപിക്കാൻ പോകുന്ന ടാങ്കിൽ നിന്നാണ് 3-ാം വാർഡിലേക്ക് കണക്ഷൻ വരേണ്ടത്. ഒരു കാര്യം, ഞാൻ ഒരു കാരണവശാലും ജൽജീവൻ മിഷനെ എതിരായിക്കൊണ്ട് സംസാരിക്കുകയല്ല. ജൽജീവൻ മിഷന്റെ
ആ കണക്ഷൻ ലഭിക്കണമെങ്കിൽ അതിനൊരു പ്രൊസീജിയർ വേറെ അതെ. ചില പ്രശ്നങ്ങളാണ്. നമ്മളെല്ലാം പറയുന്നത് പൂർണ്ണമായും കേന്ദ്ര സർക്കാരിന്റെ ഒരു കുടിവെള്ള പദ്ധതിയാണ്. അതിന് കേരളം തടസ്സപ്പെടുത്തുന്നു എന്ന നിലയ്ക്ക് ചില സ്ഥലങ്ങളിൽ ആക്ഷേപമുണ്ട്. എന്നാൽ അതിന്റെ ഘടന ഒന്നും മനസ്സിലാക്കേണ്ടത് പദ്ധതി വിഹിതത്തെ അത് ജനങ്ങളെ നമുക്ക് ബോധ്യപ്പെടുത്താൻ സാധിക്കും. അതെ, അതില് 45% പദ്ധതി നിർമ്മാണത്തിന്റെ വരുന്ന ചെലവിന്റെ 45% തുക കേന്ദ്ര സർക്കാരിന്റെയും 30% തുക കേരള സർക്കാരിന്റെയും 15% തുക പഞ്ചായത്തിന്റെയും 10% തുക ഗുണഭോക്താക്കളുടെയും വിഹിതമായിട്ടാണ് ആ പദ്ധതി വിഭാവനം ചെയ്തേക്കണത്. അപ്പൊ ഈ 10% ഗുണഭോക്തൃ വിഹിതം വാങ്ങിയിട്ട് ഇതിന്റെ നിർമ്മാണ പ്രവൃത്തി നടത്തി പൂർത്തീകരിക്കാൻ എളുപ്പമല്ല എന്ന തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിൽ മറ്റൊരു മാർഗങ്ങളിലൂടെ നമ്മൾ ഇപ്പൊ കണക്ഷൻ കൊടുത്തോണ്ടിരിക്കുക. കണക്ഷൻ കൊടുക്കല്ലാതെ പുതിയ ഒരു സോഴ്സും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഭാരതപ്പുഴയില് പിന്നെ കിണർ നിർമ്മിച്ച് അവിടുന്ന് മേച്ചേരിക്കുന്ന് ടാങ്ക് സ്ഥാപിച്ച് ഫിൽട്ടർ ചെയ്ത് കുറുമലയിൽ പണിയുന്ന ടാങ്കിലേക്ക് അടിച്ച് അവിടുന്ന് വിതരണം ചെയ്യാം എന്നാണ് 21 വാർഡിലേക്ക് കണക്കാക്കിയിട്ടുള്ളത്. ദയവീത് ഞാൻ പറയാണ്, ബഹുമാന്യരായ ജനങ്ങളോട്, വാർഡിലുള്ള ജനങ്ങളോട് മാത്രമല്ല, ജൽജീവൻ മിഷന് ഞാൻ എതിരല്ല. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് 2002 പിന്നെ കുടിവെള്ള പദ്ധതികൾ ലോക ബാങ്കിന്റെ ധനസഹായത്തോടുകൂടി പഞ്ചായത്തിനകത്ത് നടപ്പിലാക്കിയ 52ഓളം കുടിവെള്ള പദ്ധതികൾ വരുന്നതിന് മുമ്പ് നമ്മുടെ ഒക്കെ തന്നെ വീടുകളിൽ ഓരോ കിണറുണ്ടായിരുന്നു. ഞാനൊക്കെ നാട്ടുംപുറത്തുകാരന കർഷകനാ. ആ കിണറില് ഒരു ചില ഭാഗത്തുള്ള കുടുംബങ്ങളിലെ കിണറുകളിൽ 1-2 മാസം വെള്ളത്തിന് കുറവ് വരും. അപ്പൊ അപ്പുറത്തെ പാടത്തോ അല്ലെങ്കിൽ അടുത്ത വീട്ടിലത്തെ കിണറ്റിന്നോ വെള്ളം കൊണ്ടുവരും. അങ്ങനെയാണ് കഴിഞ്ഞിരുന്നത്. പക്ഷെ 50 രൂപയ്ക്ക് ജലനിധി പദ്ധതി പ്രകാരം വീട്ടിലെ ടാങ്കിൽ വെള്ളെത്താൻ തുടങ്ങിയപ്പോ 2500 ഉറുപ്പ്യ അന്ന് ഗുണഭോക്തൃ വിഹിതം അടയ്ക്കേണ്ടതുള്ളൂ എന്നതുകൊണ്ട് തന്നെ എല്ലാ ഗുണഭോക്താക്കളും അതിലേക്ക് മാറിയോട് കൂടിയിട്ട് വീട്ടില് ഉണ്ടായിരുന്ന കിണറ് ഒക്കെ മണ്ണിട്ട് അത് മിറ്റടിച്ചിട്ട് ആ ചപ്പ് കൊണ്ടിട്ട് തൂർക്കണ അവസ്ഥയിലേക്ക്. ഇനിയും ചേട്ടന്റെ ഒരു, കാരണം ചേട്ടന്റെ ഇവിടുത്തെ ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന ഇനിയും ഈ ജലസംഭരണികളും അതുപോലെ തന്നെ ഇവിടെ കുടിവെള്ള സംബന്ധമായിട്ടുള്ള വിഷയങ്ങൾ അഭിമുഖീകരിക്കുന്ന കുടുംബങ്ങളുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിന് നമുക്കൊരു പരിഹാരം നൽകുവാൻ ഇനിയും കുറച്ചും കൂടെ പ്രവർത്തനങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ടോ? 3-ാം വാർഡില് അങ്ങനെ ഒരു പരാതി പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ 3-ാം വാർഡില് ഇപ്പൊ കമ്മീഷൻ ചെയ്യാനിരിക്കുന്ന മെതുക്, അമ്പലക്കുന്ന്, തെക്കേ ചോലക്കൽ കുടിവെള്ള പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടുകൂടി മെതുക് 3-ാം വാർഡ് എന്ന വാർഡിലെ കുടിവെള്ള പരാതിക്ക് പരിഹാരം ആകും. മറ്റൊരു പദ്ധതിയുടെ ആവശ്യമില്ല. ജനങ്ങളുടെ ആവശ്യം മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ ആഗ്രഹത്തിനനുസരിച്ച് ജൽജീവൻ പദ്ധതി അവിടെ നടപ്പിലാക്കണമെങ്കിൽ ഞാൻ അതിന് വാർഡ് മെമ്പർ എന്ന നിലയ്ക്ക് അവരുടെ അഭിപ്രായത്തിനനുസരിച്ച് പ്രവർത്തിക്കാൻ ഞാൻ തയ്യാറാണ്. തീർച്ചയായും ആ ഒരു ഉറപ്പാണ് ജനങ്ങൾക്ക് വേണ്ടത്. പരക്കാട് എന്ന് പറയുമ്പോൾ എപ്പോഴും ഒരു വിവാദ സ്ഥലമായിട്ടാണ്. ഞാൻ വിവാദത്തിലേക്ക് കിടക്കുകയല്ല, എങ്കിലും ഈ കോറിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വലിയൊരു പ്രശ്നം പരക്കാട് നിവാസികൾ അനുഭവിക്കുന്നുണ്ട്. അപ്പൊ ഈ കോറിയുമായിട്ട് അല്ലെങ്കിൽ ഈ ഇത്തരത്തിലുള്ള കോറികൾ ഇവിടെ നടത്തുമ്പോൾ ഉണ്ടാകുന്ന ജനങ്ങളുടെ ബുദ്ധിമുട്ട് ഇത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നടപടികൾ ഒരു വാർഡ് മെമ്പർ എന്നുള്ള രീതിയിലും അതുപോലെ തന്നെ പഞ്ചായത്തിന്റെ ഭരണസമിതി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും കൂടെ ആയിരുന്ന സ്ഥിതിക്ക് ഇതിന്റെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നതിനും ഇതിൻ്റെതായ ഗുണം, അതായത് ഇപ്പൊ അവരുടെ CSR ഫണ്ട് പോലുള്ള ഫണ്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ ജനങ്ങളുടെ ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് നമുക്ക് എന്തെങ്കിലും ഒരു സാധ്യത അങ്ങ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ അതിനുള്ള പ്രവർത്തനങ്ങൾ എന്തെങ്കിലും നടത്താൻ സാധിച്ചിട്ടുണ്ടോ? കോറികളുടെ നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾ എന്നും എതിർത്തിട്ടുള്ള, നാളെയും എതിർക്കാൻ താല്പര്യമുള്ള
ഒരു ജനപ്രതിനിധിയാണ് ഞാൻ. ഇതിന്റെ ഭാഗമായിക്കൊണ്ട് തന്നെ 2021 എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആഗസ്റ്റ് മാസത്തില് പിന്നെ അവിടെ വണ്ടികൾ തടയുകയും ആ തടഞ്ഞ വണ്ടികൾ എസ്റ്റേറ്റ് ഗേറ്റ് പൂട്ടി ഞാൻ പിന്നെ പുറത്തിറങ്ങാൻ പറ്റാത്ത ഒരവസ്ഥ ഉണ്ടാക്കുകയും അതുപോലെ തന്നെ പോലീസ് കൂടുതൽ സേനയെ ഇറക്കുകയും ഒരു സംഘർഷാവസ്ഥയിലേക്ക് എത്തും എന്ന് പ്രതീക്ഷിച്ച് ഇരുന്ന ഒരവസ്ഥ പോലും ഉണ്ടായിരുന്നു. എന്നും കോറിക്കാരോട് ഒരു നല്ല സമീപനം പുലർത്തിയിട്ടുള്ള ആളല്ല ഞാൻ. അവരുടെ പ്രവർത്തനം, ഞാൻ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം, എല്ലാ പ്രദേശങ്ങളിലും ചെറുകിട കോറികൾ പ്രവർത്തിക്കണം. ആ രീതി വിട്ടു വൻകിടക്കാർക്ക് മാത്രമേ കോറി പ്രവർത്തനം സാധ്യമാകൂ എന്ന നിലയിലേക്ക് പിന്നെ ഇന്ന് നിയമവ്യവസ്ഥകൾ മാറിയിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, പല മേഖലകളിലും ഇപ്പൊ തൃശ്ശൂർ ജില്ലയ്ക്ക് മാത്രമല്ല കേരളത്തിന്റെ പല ജില്ലകളിലേക്കും നിർമ്മാണ പ്രവൃത്തികൾക്ക് ആവശ്യമായ കല്ല് മെതുക് ഭാഗത്തുനിന്ന് പോകണം എന്ന് പറയുന്നത് അംഗീകരിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. ചേലക്കര നിയോജക മണ്ഡലത്തിലേക്ക് മാത്രം ഉള്ള കല്ലുകള് ചേലക്കര പഞ്ചായത്തിലുള്ള നിലവിലുള്ള കോറികളിൽ നിന്ന് പോകുക എന്ന് പറഞ്ഞാലും മനസ്സിലാക്കാം. ഇത് ഇവിടുന്ന് പോകുന്ന കല്ലുകളൊക്കെ തന്നെ ആലപ്പുഴ വരെ പോകുന്നു എന്നറിയുമ്പോൾ അത് ഈ പ്രദേശത്തെ ജനങ്ങളുടെ സ്വത്തിനും ജീവനും ഭീഷണിയാണ് വരുത്താവുന്ന തരത്തിലുള്ള പ്രവർത്തനം നടത്തുന്നതിന്റെ ഭാഗമായിക്കൊണ്ട് അവര് നിയമാനുസരണം ചെലവഴിക്കേണ്ട CSR ഫണ്ട് വാങ്ങി പിന്നെ ഈ പഞ്ചായത്തിലെ ജനങ്ങളുടെ ക്ഷേമത്തിന് ഉപയോഗിക്കുന്നത് ശരിയാണെന്ന് എൻ്റെ വ്യക്തിപരമായ എനിക്ക് ധാരണയില്ല, അഭിപ്രായമില്ല. അല്ല, കൂടാതെ റോഡിന്റേതായ വികസനം, അതുപോലെ തന്നെ ഞാൻ പറയുന്നത് 14,13,47,000 രൂപ പഞ്ചായത്തിന് വിവിധ പദ്ധതികളിൽ നിന്നായിട്ട് ഒരു വർഷം ലഭിക്കുന്നുണ്ട്. ഇതുകൂടാതെ കഴിഞ്ഞ 5 വർഷക്കാലം മന്ത്രി എന്ന നിലയ്ക്കും MP എന്ന നിലയ്ക്കും 43,83,40,000 രൂപ ഈ കെ രാധാകൃഷ്ണനും 25,73,02,000 രൂപ UR പ്രദീപും ചേലക്കര ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് അനുവദിച്ച് തന്നിട്ടുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള CSR ഫണ്ട് വാങ്ങി അവരോടുള്ള മൃദു സമീപനം നിലനിർത്തിയ ചെയ്യാതിരിക്കുകയാണ് വേണ്ടത്. നല്ലൊരു ഉറച്ച തീരുമാനം തന്നെയാണ് അല്ലേ? വ്യക്തിപരമായ അഭിപ്രായമാണ്. എന്നും ആ സ്റ്റാൻഡ് തന്നെ എടുത്തിട്ടുള്ളൂ. ഓരോ ഉറപ്പും കൂടി വാർഡിലെ ജനങ്ങൾക്ക് മാത്രമല്ല പഞ്ചായത്തിലെ ജനങ്ങൾക്ക് നൽകാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുക. ഞാൻ ജനപ്രതിനിധിയായി തെരഞ്ഞെടുക്കപ്പെടും എന്ന ഉത്തമ വിശ്വാസം എനിക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ജനപ്രതിനിധിയായി തെരഞ്ഞെടുക്കപ്പെടുന്ന പക്ഷം 3-ാം വാർഡിൽ ഇനി ഒരു പുതിയ കോറി നിയമാനുസരണം പ്രവർത്തിക്കാൻ അനുവദിക്കില്ല എന്ന ഒരു ഉറപ്പും കൂടി ഞാൻ ഈ അവസരത്തിൽ നൽകാണ്. തീർച്ചയായും ആ ഒരു ഉറപ്പ് തന്നെയാണ് സാധാരണ ജനങ്ങൾക്ക് എപ്പോഴും അവർ പ്രതീക്ഷിക്കുന്നു. അത് തന്നെയാണ്. കാരണം അത് എപ്പോഴും പഞ്ചായത്തിന്റെ ഒത്താശയും അതുപോലെ തന്നെ വാർഡ് മെമ്പറുടെ ഒത്താശയും എന്നുള്ളൊരു ആരോപണമാണ് എപ്പോഴും ജനങ്ങൾ ഉന്നയിക്കുന്നത്, പ്രത്യേകിച്ച് പ്രതിപക്ഷത്തുള്ള ആൾക്കാരും എല്ലാം തന്നെ. അപ്പൊ എന്തായാലും അതിനൊരു വലിയൊരു ഉറപ്പ് തന്നെയാണ് ഇപ്പൊ വിശ്വേട്ടൻ. വാർഡ് മെമ്പറുടെ ഒത്താശ ഉണ്ടെങ്കിൽ ഞാൻ 2021 പിന്നെ ആഗസ്റ്റ് മാസത്തില് നടത്തിയ പ്രതിരോധത്തിന്റെ ഭാഗമായിക്കൊണ്ട് 2 കേസാണ് 2 കോറിക്കാര്, ഓയാസിസ് കോറിയും GK കോറിയും എന്നെ പ്രതിയാക്കിയിട്ട് വാർഡ് മെമ്പറെ പ്രതിയാക്കിയിട്ട് 2 കേസാണ് ഫയൽ ചെയ്തിരിക്കുന്നത്. 1/1/2026 ഒരു കേസ് ഹിയറിങ്ങിന് വെച്ചേക്കണത്. ഒരു കേസ് ശരിയല്ലെങ്കിൽ പോലും, ഞാൻ കുറ്റവാളി അല്ലെങ്കിൽ പോലും ഫൈൻ അടച്ചിട്ട് കൂടെയുള്ളവരെ പ്രയാസപ്പെടുത്തണ്ട എന്ന നിലയ്ക്ക് 8 ആളുടെ ഫൈൻ ഞാൻ സ്വന്തം പോക്കറ്റിൽ നിന്ന് മുടക്കി അടച്ചിട്ട് ആ കേസ് അവസാനിപ്പിക്കുക വേണ്ടത്. മൃദു സമീപനം വാർഡ് മെമ്പർ അവരായിട്ട് കോറിക്കാരായിട്ട് പുലർത്തുന്നില്ല എന്നതിന്റെ
ഒരു ഉത്തമ ഉദാഹരണമാണ് ഇത്. എന്തായാലും കോറിയെ കുറിച്ച് പറഞ്ഞ സ്ഥിതിക്ക് താങ്കൾ കോടികളിൽ നിന്നും സമ്പാദിച്ച് വലിയ ഒരു എന്താ പറയുക ആഡംബര ജീവിതം നയിക്കുന്നു എന്നുള്ളൊരു ആരോപണത്തിൽ എന്താ പറയുക വ്യത്യാസമായിട്ടാണ് ഞങ്ങൾ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ഞങ്ങൾ കയറുകയാണ്. വിശേഷന് അതിനെക്കുറിച്ച് എന്ത് പറയുന്നു? ഇത് ഈ 2025 ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാകും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ ഇവിടെ വന്ന് താമസിക്കണതല്ല. 2014 ഫെബ്രുവരി മാസം 18 എൻ്റെ അമ്മ മരണപ്പെട്ടതിന് ശേഷം മാസങ്ങൾ മാത്രമേ 2014 ഞാൻ പഞ്ചായത്ത് മെമ്പറായി ഇരിക്കുമ്പോൾ തന്നെ എൻ്റെ കുടുംബ വീട്ടിലേക്ക് പോയിട്ടുള്ളൂ. എനിക്കും കൂടി അവകാശപ്പെട്ട കുടുംബ വീട്ടിൽ എൻ്റെ സഹോദരനും സഹോദരൻ്റെ കുട്ടികളും ഭാര്യയാണ് ഇപ്പൊ താമസമുള്ളത്. ഒരു പൊതുപ്രവർത്തകൻ കുടുംബ ആയിട്ട് കഴിയുന്ന വീട്ടില് അധികപ്പറ്റാണോ എന്ന ഒരു ധാരണ കാരണമാണ് ഇവിടെ ഞാൻ ഒറ്റയ്ക്ക് താമസിക്കുന്നത്. ഇതൊരു വീട് എന്ന നിലയ്ക്ക് 2014 മുതൽ ഞാൻ ഇവിടെ തന്നെയാണ് താമസം. അങ്ങനെ കോറിക്കാരുടെ അടുത്തുനിന്നോ കരാറുകാരുടെ അടുത്തുനിന്നോ എന്തെങ്കിലും അർഹതപ്പെടാത്ത സമ്പാദ്യം ഉള്ള ഒരാളാണെങ്കിൽ നാട്ടുകാരെ കാണിക്കാൻ വേണ്ടിയിട്ട് ഈ കഴിഞ്ഞ 11 കൊല്ലായിട്ട് ഈ വീട്ടില് കഴിയില്ല. അത് ജനങ്ങളോട് പറയാൻ എനിക്ക് ഒരു മടിയില്ല. ജനങ്ങളുടെ മുന്നിൽ ഇത് തുറന്നു കിടക്കണം. ഞാൻ ഇവിടെയാണ് കഴിഞ്ഞ 11 വർഷമായിട്ട് താമസം എന്ന് എന്നെ അറിയുന്ന മുഴുവൻ ആളുകൾക്കും അറിവുള്ളതാണ്. ഇപ്പോ പഞ്ചായത്തിലെ നിലവിലെ പ്രതിപക്ഷ നേതാവ് എന്ന ആളൊന്നും ഇല്ല. ആ സ്ഥാനം കൊണ്ട് അലങ്കരിച്ചിരുന്ന ടി ഗോപാലകൃഷ്ണൻ തൊട്ടടുത്ത് ഒരു വീട് കുടിയിരിപ്പിന് വന്നപ്പോൾ ഇവിടെ വന്നിട്ട് എൻ്റെ സൗകര്യം കാണുകയും നിങ്ങൾക്കൊരു വാടകയ്ക്കെങ്കിലും മാറി താമസിച്ചൂടെ എന്ന് ചോദിക്കുകയും ചെയ്തിട്ടുണ്ട്. നമുക്ക് അത് ശരിയല്ല എന്ന ഒരു ധാരണയുള്ള കാരണം അതിൻ്റെ ഒരു സുഖ സൗകര്യങ്ങൾ വേണമെന്നില്ല. മാത്രമല്ല ഇന്ന് രാത്രി കടന്നുറങ്ങുന്ന ആള് നാളെ ജീവനോടുകൂടി എണിക്കുമെന്ന് ഉറപ്പില്ലാത്ത സമയത്ത് നമ്മൾ എന്തിനാ ആഡംബര വീട് നിർമ്മിച്ച് അതിൽ കഴിയണമെന്ന് ദുരാഗ്രഹം പിടിക്കുന്നത് എന്നാണ് എൻ്റെ വിശ്വാസം. ഇനി നമുക്ക് വാർഡിന്റെ വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് കൂടുതൽ ഇപ്പൊ താങ്കളുടെ വ്യക്തിപരമായിട്ടുള്ള എന്താ പറയേണ്ട ഈ കാര്യങ്ങളെല്ലാം നമുക്ക് വ്യക്തമായി. കാരണം പൊതുജനങ്ങൾ ഇതെല്ലാം കാണുന്നതാണ്. താങ്കളെ അറിയുന്ന എല്ലാവർക്കും ഇതെല്ലാം അറിയാം. ഞാന് ഒരു സ്ഥാനാർത്ഥി എന്ന നിലയ്ക്ക് 3-ാം വാർഡിലെ ജനങ്ങൾക്ക് മോഹന വാഗ്ദാനങ്ങൾ നൽകി അവരെ വഞ്ചിക്കാനൊന്നും ഞാനില്ല. ഓരോ ഘട്ടത്തിലും അവരുടെ ഓരോ കുടുംബങ്ങളുടെയും ക്ഷേമത്തിനും ഐശ്വര്യത്തിനും വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ അവർ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി അവരോടൊപ്പം കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ ഞാൻ ഉണ്ടായിട്ടുണ്ട്. തുടർന്നും ഞാൻ അവരോടൊപ്പം അവരിൽ ഒരാളായിട്ട് എന്നും അവരോടൊപ്പം ഉണ്ടാകും. മാത്രമല്ല വാർഡിന്റെ വികസനം ഇന്ന് കാണുന്ന നിലയ്ക്ക് നടപ്പിലാക്കാൻ കഴിഞ്ഞത് ഞാൻ വാർഡ് മെമ്പറായ കാലങ്ങളിലാണ് എന്ന് രാഷ്ട്രീയ എതിരാളികൾ പോലും സമ്മതിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോ എൻ്റെ മത്സരിക്കുന്ന സമയത്ത് എനിക്കെതിരെ മത്സരിക്കുന്ന ചില സ്ഥാനാർത്ഥികളുടേതായി പ്രകടന പത്രിക ഇറക്കിക്കണ്ടു. അതുപോലെ തന്നെ വാർഡ് കൂടെ പോകുമ്പോൾ ചില ഭാഗങ്ങളിലൊക്കെ തന്നെ ഫ്ലെക്സ് വെച്ചിരിക്കുക. ഇനി അവിടെ ഞാൻ പഞ്ചായത്ത് മെമ്പറായി തെരഞ്ഞെടുക്കപ്പെട്ട ഈ റോഡ് പുനർനിർമ്മിക്കും അല്ലെങ്കിൽ റീടാർ ചെയ്യുമെന്ന് പറയാനുള്ള ഒരു അവസരം ഇല്ല. അപ്പോ റോഡില്ലാത്ത ഭാഗങ്ങളിൽ ചില ഫ്ലെക്സ് വെച്ചിരിക്കുക. അതിൽ രസം തോന്നിയത് മെതുക് ശിവക്ഷേത്രത്തിലേക്കുള്ള വഴി അത് തെരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ വാഹന ഗതാഗത യോഗ്യമാക്കും എന്ന് പറഞ്ഞിട്ട് ഒരു ഫ്ലെക്സ് വെച്ചിരിക്കുക. തൊഴിലുറപ്പ് പദ്ധതിയില് ടെൻഡർ കഴിഞ്ഞ വർക്കാണത്. അത് തോട് സംരക്ഷണം എന്ന പ്രവൃത്തിയില് തോടിന്റെ സൈഡ് കെട്ടി വീതി കൂട്ടിയിട്ട് ഗതാഗത യോഗ്യമാക്കാനാണ് നമ്മൾ പദ്ധതി വിഭാവനം ചെയ്ത് ടെൻഡർ ചെയ്തിട്ടുള്ളത്.
അതുപോലെ തന്നെ അവിടെ ഇനി നടപ്പിലാക്കാനുള്ള പദ്ധതികൾ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പരക്കാട് മെതുക് റോഡിന്റെ മെയിൻ്റനൻസ് പറഞ്ഞിട്ട് ഒരു പദ്ധതി വെച്ചിട്ടുണ്ട്. അത് ടെൻഡർ കഴിഞ്ഞതാണ്. ഫൈസ് തൊഴിൽപ്പാടത്തുകാരൻ ഫൈസാണ് എടുത്തേക്കുന്നത്. അതുപോലെ തന്നെ കൂടംകുത്തി റോഡിൽ ടാറിങ്ങിനൊന്നും ഒരു കുഴപ്പമില്ല. എന്നിരുന്നാലും ഒരു ഭാഗത്ത് കൽവത്ത് നിർമ്മിക്കണം എന്ന് ജനങ്ങളുടെ ആവശ്യം പരിഗണിച്ച് അവിടെ കൽവത്ത് കാനി അത് ടെൻഡർ കഴിഞ്ഞവർക്കാണ്. തൊഴിലുറപ്പ് പദ്ധതിയിൽ തന്നെ പിന്നെ തെക്കേ ചോലിക്കൽ തോട്ടുചാല് സംരക്ഷിക്കുന്നതോടുകൂടി തന്നെ ആ പ്രദേശത്തെ 2-3 വീട്ടുകാർക്കും കൂടി ഗുണകരമായ രീതിയിലുള്ള ഒരു വഴി ആകും. അതിന് നിയമ തടസ്സം വരില്ല എന്ന് വിചാരിക്കുന്നു. ലക്ഷക്കണക്കിന് ഉറുപ്പ്യ ചെലവഴിച്ചിട്ട് ഒരു വീട്ടിലേക്കോ 2 വീട്ടിലേക്കോ റോഡ് പണിയണതിന് നിയമാനുസരണം തടസ്സമുണ്ട്. അപ്പൊ ഇത് തോട് സംരക്ഷണം എന്ന നിലയ്ക്ക് നടപ്പിലാക്കാൻ വേണ്ടി ടെൻഡർ വെച്ചിട്ടില്ല. അതുപോലെ തന്നെ മണ്ണാരക്കുന്നത്തിന് ഗ്രാമകേന്ദ്രത്തിന്റെ അവിടേക്ക് ഒരു റോഡ് നിർമ്മിക്കുന്നതിന് ജനങ്ങളുടെയും കൂടി സഹകരണത്തോടുകൂടി സ്ഥലം വിട്ടുകിട്ടണേ. ഒരുപാട് നിയമ പ്രശ്നങ്ങളുണ്ട്. അതെ. ബിച്ചുവേട്ടൻ്റെ ഇപ്പൊ ഇത്രയും കാലത്തെ പ്രവർത്തനത്തിൽ ഇനി തുടർന്നും ജനപ്രതിനിധിയായിട്ട് തെരഞ്ഞെടുക്കുകയാണെങ്കിൽ ഇനി ഇല്ലെങ്കിലും നമുക്ക് ഇനി എന്തൊക്കെ പരക്കാടിന്റെ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചെയ്യാനുണ്ട്? ഇപ്പൊ ഞാൻ മറ്റ് ഭാഗത്തു നിന്ന് വന്നിട്ടുള്ള മെഡിക്കൽ ഫെസിലിറ്റി, അതുപോലെ തന്നെ റോഡ് വികസനം, തണ്ണീർത്തടം, അത് വെള്ളം, അത് നമ്മുടെ പരക്കാട് ഡാമിന്റെ വികസനവുമായി ബന്ധപ്പെട്ടായി ടൂറിസവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, അതുപോലെ തന്നെ റൈസ് പാർക്ക് പോലുള്ള ഒരുപാട് വിഷയങ്ങൾ ഇപ്പോഴും ചേലക്കരയിൽ മൊത്തം പഞ്ചായത്തിലും അല്ലെങ്കിൽ ഈ മണ്ഡലത്തിലും വലിയൊരു വിഷയമായിട്ട് പലപ്പോഴും അവതരിപ്പിക്കാറുണ്ട്. ഇതിനെ സംബന്ധിച്ചൊരു കാഴ്ചപ്പാട് എന്താണ്? ഞാൻ പറഞ്ഞത് ഈ ടൂറിസം ഡിപ്പാർട്ട്മെന്റിന് നമ്മൾ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന പദ്ധതിയെക്കുറിച്ച് ഒരു എസ്റ്റിമേറ്റ് തയ്യാറാക്കിയ 2023-24 സാമ്പത്തിക വർഷം ടൂറിസം ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് 50 ലക്ഷം രൂപയും പഞ്ചായത്ത് വിഹിതം 25 ലക്ഷം രൂപയും ആദ്യഘട്ടം എന്ന നിലയ്ക്ക് വകയിരുത്തിയതാണ്. ഇപ്പോ കൃഷി ഡിപ്പാർട്ട്മെന്റിന്റെ ഉടമസ്ഥാവകാശത്തിലാണ് ആ സ്ഥലം നിലനിൽക്കുന്നത് എന്നതുകൊണ്ട് തന്നെ അനുമതിക്കായി പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനപ്രകാരം കത്ത് കൊടുത്തപ്പോൾ ഫാം ടൂറിസം നടപ്പിലാക്കാൻ അവർ ഉദ്ദേശിക്കുന്നുണ്ട്. അതുകൊണ്ട് ടൂറിസം പദ്ധതിക്ക് പഞ്ചായത്തിന് വിട്ടുതരാൻ കഴിയില്ല എന്ന അറിയിപ്പാണ് ലഭിച്ചത്. അത് മറികടക്കാനുള്ള നടപടിയായിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നുണ്ട്. അത് നടപ്പിലാക്കണം എന്ന് തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. മറ്റൊന്ന്, അവിടെ ഈ പൂവത്താണി മെതുക് റൂട്ടില് ഒരു 90 മീറ്റർ സ്ഥലം വനം വകുപ്പിന്റെ ഉടമസ്ഥാവകാശത്തിലുള്ളതാണ്. ആ 90 മീറ്റർ കഴിഞ്ഞാൽ പിന്നെ തുടർച്ചയായിട്ട് ടാറിങ്ങും കോൺക്രീറ്റും ആയിട്ട് മെതുകിലേക്ക് പോണ റോഡും മുതിരോട്ടയ്ക്ക് പോണ റോഡിന്റെ ആരംഭഘട്ടം 90 മീറ്റർ സ്ഥലം വനവകുപ്പിന്റെ സ്ഥലമാണ്. അത് കട്ടം വിരിക്കാനോ കോൺക്രീറ്റ് ചെയ്യാനോ വനം വകുപ്പിന്റെ അനുമതി ലഭിക്കുന്നതിന് ആവശ്യമായ നടപടികളുമായിട്ട് ഇതിനകം നമുക്കൊരു മെഡിക്കൽ ഫെസിലിറ്റി, ഒരു സബ് സെന്ററോ അതുപോലെ തന്നെ അങ്ങനെ ഒരു സൗകര്യങ്ങൾ പരക്കാട് നിവാസികൾ എപ്പോഴും ആവശ്യപ്പെടുന്നതാണ്. അതിനെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു കാഴ്ചപ്പാട് ഉണ്ടായിട്ടുണ്ടോ? ഞാൻ പറയണത്, നിലവില് വെങ്ങാനല്ലൂർ സബ് സെന്റർ കേന്ദ്രീകരിച്ചിട്ടാണ് മെത് നിവാസികളുടെ സേവനങ്ങൾ നൽകി വരുന്നത്. ഈ പരക്കാട് കേന്ദ്രീകരിച്ചിട്ട് ഒരു സബ് സെന്റർ ആരംഭിക്കുന്നതിന് ആവശ്യമായ ഒരു നിവേദനം കെ രാധാകൃഷ്ണൻ മന്ത്രി ആയിരിക്കുന്ന ഘട്ടത്തിൽ തന്നെ നൽകിയിട്ടുള്ള മറ്റ് സബ് സെന്ററിന് ആവശ്യമായ അനുമതി നേടിയെടുക്കണ പ്രവൃത്തി അദ്ദേഹം നടപ്പാക്കാം എന്നും സ്ഥലം ലഭിക്കുന്നതിന് ആവശ്യമായ ഇടപെടല് പിന്നെ പഞ്ചായത്ത് നടപ്പിലാക്കണം എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിനാവശ്യമായ സ്ഥലം ലഭിക്കുന്നതിന് പരക്കാട് കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള എസ്റ്റേറ്റിൽ നിന്ന് തന്നെ ഒരു 5 സെന്റ് സ്ഥലം ലഭിക്കുന്നതിന് ആവശ്യമായ ആദ്യഘട്ട ചർച്ച പൂർത്തീകരിച്ചിട്ടുണ്ട്. അപ്പോ വാർഡ് മെമ്പറായിട്ട് തെരഞ്ഞെടുക്കപ്പെടുന്ന പക്ഷം അതിന് പൂർത്തീകരിക്കുന്നതിന് ആവശ്യമായ നടപടിയും സ്വീകരിക്കും. മറ്റൊരു കാര്യം,
പരക്കാട് തൊഴുപ്പാടം നിവാസികൾക്കൊക്കെ തന്നെ പ്രയോജനകരമായ ഒരു വഴിയാണ്. പിന്നെ ഡോക്ടറുടെ ശ്രദ്ധപ്പെട്ടിട്ടുണ്ടോന്ന് അറിയില്ല. ഈ മെതുക് റോഡ്, പരക്കാട് മെതുക് റോഡിന്റെ അറ്റം ചെന്ന് അവസാനിക്കുന്നത് ഫോറസ്റ്റിലാണ്. അവിടുന്ന് ഒരു 600 മീറ്റർ കഴിഞ്ഞാൽ റോഡുണ്ട്. അത് മൺ റോഡ് കിടക്കുന്നുണ്ട്. 600 മീറ്റർ കഴിഞ്ഞാൽ കൊണ്ടാഴി പഞ്ചായത്തിലെ നവോദയയുടെ അധീന പോകുന്ന റോഡിലേക്ക് കണക്ഷൻ ആവുക. അതിന് ഒരു 75 ലക്ഷം രൂപ പദ്ധതി ഒരു നിശ്ചിത തുക വെച്ചിട്ട് കേന്ദ്ര സർക്കാരിന്റെ ആ പോർട്ടലിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ബഹുമാനായ MP-യുടെ ശ്രദ്ധയിൽ ഇത് കൊണ്ടുവന്നപ്പോൾ എത്ര രൂപ ആവശ്യമായി വരും ചോദിച്ചപ്പോൾ ഒരു 75 ലക്ഷം രൂപ വരും പറഞ്ഞപ്പോൾ അടുത്ത വാർഷിക പദ്ധതിയിൽ അത് അനുവദിച്ച് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അനുവദിച്ച് കിട്ടിയ ഒരു വർഷം കൊണ്ടൊന്നും പണി പൂർത്തീകരിക്കാൻ കഴിയില്ല. പഞ്ചായത്ത് ഫണ്ട് മാറ്റിവെക്കാനുള്ള തടസ്സവും അതാ. ഒരു വർഷം കൊണ്ട് പണി പൂർത്തീകരിക്കാൻ കഴിയില്ല എന്നിരിക്കെ ആ ഫണ്ട് മാറിക്കിടക്കും, ഉപയോഗിക്കാൻ കഴിയില്ല. മറ്റു വാർഡിലെ ജനപ്രതിനിധികൾ അത് സമ്മതിച്ച് തരുകയും വേണം. അത് വലിയൊരു തുകയാണ്. 75 ലക്ഷം രൂപ എന്ന് പറയുന്നത് ഒരു വാർഡിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ ഞാൻ 33 ലക്ഷത്തോളം രൂപ ഒരു വർഷം ചെലവഴിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇതിനകം 2 കോടിയോളം രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ 5 വർഷക്കാലം 3-ാം വാർഡിനകത്ത് മാത്രം നടപ്പിലാക്കിയിട്ടുള്ളത്. തൃശ്ശൂർ ജില്ലയിൽ ഏറ്റവും കൂടുതൽ ഭവന നിർമ്മാണം പൂർത്തീകരിച്ച പഞ്ചായത്ത് എന്ന നിലയ്ക്ക് ജില്ലാ പഞ്ചായത്ത് വിവിധ പരിശോധനകൾക്ക് ശേഷം അംഗീകരിച്ചത് ചേലക്കര പഞ്ചായത്തിന്. അതിന്റെ അംഗീകാരം ഭരണസമിതി ഒന്നാകെ പോയിട്ട് തൃശ്ശൂരിന് ജില്ലാ കളക്ടറിന് ഏറ്റുവാങ്ങുകയും ചെയ്തു. പഞ്ചായത്തില് നടപ്പിലാക്കിയിട്ടുള്ള ഭവന നിർമ്മാണത്തിൽ നടപ്പിലാക്കിയിട്ടുള്ള ഏറ്റവും കൂടുതൽ വീട് കൊടുത്തിട്ടുള്ള വാർഡ് 3-ാം വാർഡാണ്. ഇനി നിരവധി ഈ ആളുകൾക്ക് എഗ്രിമെന്റ് വെച്ചിട്ടുണ്ട്. അവർക്ക് ഈ പിന്നെ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിലാണ് ഉദ്യോഗസ്ഥര് എന്നതുകൊണ്ട് തന്നെ അവർക്ക് എഗ്രിമെന്റ് വെച്ച മുഴുവൻ ആളുകൾക്കും ആദ്യഘട്ട ഫണ്ട് ഈ തെരഞ്ഞെടുപ്പിന് ശേഷം ലഭിക്കുന്നതിന് ആവശ്യമായ തീരുമാനം ഉണ്ടാകും. അപ്പൊ എന്തായാലും നമുക്ക് പരക്കാടിന്റെ ഒരു എന്താ പറയേണ്ട ഒരു എല്ലാം ഭൂപ്രകൃതി അതിന്റെ വികസന കാര്യങ്ങളെല്ലാം തന്നെ വളരെ എന്താ പറയണ്ട എസ്റ്റിമേറ്റ് ഇട്ടിട്ട് എന്താ പറയുക മനസ്സിലാക്കിയിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് താങ്കൾ. ഇനി നമുക്ക് ഇപ്പൊ ഈ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇപ്പോഴുള്ള രാഷ്ട്രീയ സാഹചര്യത്തിൽ പഞ്ചായത്ത് അടുത്ത തവണ ഉള്ള ഒരു വിജയ സാധ്യത എങ്ങനെയാണ് വിശേഷം കണക്കാക്കുന്നത്? നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിലും സ്ഥാനാർത്ഥികളെ വെച്ച് പരിശോധിക്കുമ്പോഴും രാഷ്ട്രീയ സാഹചര്യം വിലയിരുത്തുമ്പോഴും തുടർ ഭരണം പഞ്ചായത്തിലും ലഭിക്കാൻ സാധ്യതയുണ്ടെന്ന് ഉത്തമ വിശ്വാസമുള്ള ഒരു സ്ഥാനാർത്ഥി കൂടിയാണ് ഞാൻ. വിശേഷൻ ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. ഈ ഗ്രാമത്തിന്റെ വികസനവും അതിനെ സംബന്ധിച്ച കാഴ്ചപ്പാടും വളരെ കാൽക്കുലേറ്റഡ് ആണ്. കാരണം അത് താങ്കളുമായിട്ടുള്ള സംസാരത്തിൽ തന്നെ നമുക്ക് വളരെ എന്താ പറയേണ്ട പതുക്കെ, അതുപോലെ തന്നെ കുറച്ച് ഉറക്കും കൂടിയാണ്. അച്യുതാനന്ദനെയൊക്കെ ഒരു ഇടതുപക്ഷത്തിലെ പ്രധാനപ്പെട്ട ഒരുപാട് പേരുണ്ട്. വളരെ വ്യക്തമായിട്ടാണ് അതിന്റെ കാര്യങ്ങൾ നമ്മളെ ധരിപ്പിച്ചും പൊതുജനങ്ങളെ ധരിപ്പിക്കുന്നതും. അപ്പൊ ഇങ്ങനെ ഒരു രാഷ്ട്രീയ ജീവിതത്തിലേക്ക് വരാനുള്ള കാരണം, ഒരു പൊതുപ്രവർത്തന രംഗത്തേക്ക് വരാനുള്ള ഒരു കാരണം എന്താണ്? ഞാൻ ശരിക്ക് പറഞ്ഞാൽ ഒരു കർഷക കുടുംബത്തിലെ അംഗമാണ്. നല്ലൊരു കർഷകനായിരുന്നു. 94 മുതലാണ് പൊതുപ്രവർത്തന രംഗത്തേക്ക് ഇറങ്ങിയത്. എന്നെ ഈ പൊതുപ്രവർത്തന രംഗത്തേക്ക് ഇറക്കിയ ആള് M. മോഹൻദാസ് ആണ്. അദ്ദേഹം അന്ന് തൂന്നൂർക്കരയുള്ള M. മോഹൻദാസ് ആണ്. അദ്ദേഹം അന്ന് പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന്റെ പ്രേരണ വഴിയാണ് ഞാൻ പൊതുരംഗത്തേക്ക് വന്നിട്ടുള്ളത്. അപ്പൊ ഞാനൊരു സാധാരണ കർഷകനാണ് എന്നതുകൊണ്ട് തന്നെ ഉന്നത വിദ്യാഭ്യാസം നേടിയിട്ടുള്ള ഒരാളൊന്നും അല്ല എന്നതുകൊണ്ട് തന്നെ ഒരു സാധാരണ മനുഷ്യന്റെ സംസാര രീതിയാണ് എനിക്ക് നിലനിർത്തി പോരാൻ കഴിഞ്ഞിട്ടുള്ളത്. മാറ്റം വരുത്തണം എന്ന് ആഗ്രഹിച്ചാൽ പോലും നടക്കാത്ത ഒരു സ്ഥിതിയുണ്ട്. ഞാൻ വാർഡിലെ
വികസന നടത്താൻ ഉദ്ദേശിക്കുന്ന പ്രവർത്തനങ്ങളെ കുറിച്ച് വളരെ സൂചിപ്പിക്കല്ല, വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. സൂചിപ്പിച്ചപ്പോ ഒന്ന് വിട്ടുപോയിട്ടുണ്ട്. ജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിന് ആവശ്യമായ വനിതാ ഫിറ്റ്നസ് സെന്റർ എന്ന പേരിലോ ജിമ്മ് എന്ന രീതിയിലോ കുടുംബശ്രീ ആളിന്റെ മുകളില് ഒന്നാം നില നിർമ്മാണം പൂർത്തീകരിച്ച് കിടക്കുകയാണ്. അവിടെ വൈദ്യുതീകരണം ടെൻഡർ കഴിഞ്ഞിട്ടുണ്ട്. അത് പൂർത്തീകരിക്കുന്നതോടുകൂടി വരും കാലങ്ങളില് ആരോഗ്യ സംരക്ഷണത്തിന്റെ ഭാഗം എന്ന നിലയ്ക്ക് ഫിറ്റ്നസ് സെന്ററും കൂടി നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. വനിതാ ഫിറ്റ്നസ് സെന്റർ അല്ല, പുരുഷന്മാർക്കും കൂടിയും സൗകര്യപ്രദമായ കുടുംബശ്രീക്കാരുടെയും കൂടി അനുമതിയോടുകൂടി മാത്രമേ അവിടെ പ്രവർത്തിക്കാൻ കഴിയൂ എന്നതുകൊണ്ട് അവരുടെയും കൂടി അനുമതിയോടുകൂടി നടപ്പിലാക്കാൻ അതിന്റെ ഒരു പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ അങ്ങനെ തന്നെയാണ് കൊണ്ടുപോകാൻ സാധിക്കുന്നത്. എന്തായാലും ഇനി അടുത്ത ജനപ്രതിനിധിയായിട്ട് തെരഞ്ഞെടുക്കുമ്പോൾ ഇനി എന്ത് ഉറപ്പുകൾ ആണ് നമ്മുടെ സമ്മതിദായകർക്ക് അങ്ങേക്ക് നൽകാനുള്ളത്? ഞാൻ നേരത്തെ പറഞ്ഞു, ഞാൻ വാർഡിന്റെ ജനപ്രതിനിധിയായി തെരഞ്ഞെടുക്കപ്പെടുന്ന പക്ഷം നടപ്പിലാക്കാൻ എന്തെല്ലാം ഉറപ്പുകളാണ് ഇനി നമുക്ക് നടപ്പാക്കാൻ സാധിക്കുന്നത്? പ്രധാനമായിട്ടും മൂന്നാം വാർഡിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവര് കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഉറപ്പും ഒറ്റ ഉറപ്പാണ് അവർക്ക് ആവശ്യം. ഇനി മൂന്നാം വാർഡിൽ ഒരു പുതിയ കോറി അനുവദിക്കില്ല എന്നുള്ള ഉറപ്പ്. ആ ഉറപ്പ് നിലനിർത്തുന്നതിനാവശ്യമായ ഇടപെടല് ജനങ്ങളോടൊപ്പം ജനങ്ങളെ അണിനിരത്തിയിട്ട് വേണ്ടതാണെങ്കിൽ അത്, അല്ലെങ്കിൽ ഭരണതലത്തില് ആവശ്യമായ നടപടികൾ എടുത്തിട്ട് നിർത്തലാക്കാൻ. ഏത് നിലയ്ക്കാണെങ്കിലും പുതിയൊരു കോറി വരുന്നതിന് ഒരു കാരണവശാലും അനുവദിക്കില്ല. ഞാൻ നിലവിലുള്ള കോറി തന്നെ 2020 നിർത്തലാക്കാൻ കഴിയോ എന്ന് പരിശോധിച്ചതാണ്. നിയമാനുസരണം രേഖകളൊക്കെ തന്നെ സമ്പാദിച്ച് നടപ്പിലാക്കുന്ന കോറികൾ നിർത്തല് ഹൈക്കോടതിയുടെ വിധിക്കും കൂടി എതിരാണ് എന്ന തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിലും മാത്രമാണ് അന്ന് അതിന് കഴിയാതെ പോയിട്ടുള്ളത്. അതിനുശേഷം മൂന്നാം വാർഡ് കേന്ദ്രീകരിച്ച് കേളമംഗലം എസ്റ്റേറ്റിനകത്ത് പുതുതായിട്ട് ആരംഭിക്കാൻ എല്ലാ പ്രവർത്തനങ്ങളും നടത്തിയ കോറിക്ക് പോലും അനുമതി കൊടുക്കാതിരുന്നത് എൻ്റെ ശക്തമായ ഇടപെടലിന്റെ ഭാഗമായി കൊണ്ടാണ്. അത് തന്നെയാണ് എനിക്ക് വാർഡിലെ ജനങ്ങളോട് അവരുടെ ജീവനും സ്വത്തിനും ഭീഷണിയായി മാറാൻ ഇടയുള്ള കോറികളുടെ കൂടുതലായിട്ടുള്ള പ്രവർത്തനം നിർത്തുന്നതിനാവശ്യമായ ഇടപെടലും ഇപ്പൊ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കോറികൾ തന്നെ നിയമം ലംഘിച്ചുകൊണ്ട് നടത്തുന്ന പ്രവർത്തനങ്ങളുടെ ഭാഗമായിക്കൊണ്ട് ജനങ്ങൾക്ക് ഒട്ടേറെ പ്രയാസങ്ങൾ നേരിടുന്നുണ്ട്. അത് നിർത്തലാക്കുന്നതിനുള്ള പ്രതിരോധം തീർക്കുന്നതിന് ഞാൻ അവരോടൊപ്പം ഉണ്ടാകും എന്നാണ് പറയാനുള്ളത്. ഇപ്പൊ മുൻ വർഷത്തേക്ക് അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇത്തവണ വാർഡ് ചില വിഭജനങ്ങൾ നടന്നു. അതുപോലെ തന്നെ എതിർ സ്ഥാനാർത്ഥി എന്ന് പറയുന്ന കുറച്ച് ശക്തമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടാണ് ഇവിടെ കാണുന്നത്. പ്രത്യേകിച്ച് NDAക്ക് കുറച്ചും കൂടെ അപ്രമാദിത്വം ഉണ്ടോ എന്ന് സംശയിക്കുന്നു. സാധാരണ ജനങ്ങൾ എന്നുള്ള നിലയിൽ ഇതിനെ ഭയക്കുന്നുണ്ടോ? ഞാൻ ഒരിക്കലും ഭയക്കണില്ല. ഞാൻ പറയണത് പ്രകടന പത്രിക നിലവിൽ വന്നിരിക്കുകയാണ്. അവർക്ക് 5 കൊല്ലം മുമ്പ് അവർ ഇതിനെക്കാട്ടിലും വലിയ മോഹന വാഗ്ദാനങ്ങൾ നൽകിയ ആളുകളായിരുന്നു പിന്നെ അന്ന് സ്ഥാനാർത്ഥി. ഇന്നത്തെ സ്ഥാനാർത്ഥിയുടെ ഭർത്താവ് തന്നെ ഇതിനേക്കാൾ കൂടിയ മോഹന വാഗ്ദാനങ്ങൾ നൽകി സ്ഥാനാർത്ഥിയായി വന്നിട്ട് പോലും വയ്ക്കാത്ത എല്ലിശ്ശേരി വിശ്വനാഥൻ എന്ന ഈ തവണത്തെയും LDFന്റെ സ്ഥാനാർത്ഥി, അദ്ദേഹത്തിന്റെ ഭാര്യ സ്ഥാനാർത്ഥിയായി വന്നിട്ട് ഒരു മുഖ്യമന്ത്രിക്ക് പോലും നടപ്പിലാക്കാൻ കഴിയാത്ത മോഹന വാഗ്ദാനങ്ങൾ പ്രകടന പത്രികയിൽ അടിച്ചിറക്കിയിട്ട് ജനങ്ങളെ സമീപിച്ചാൽ അതിൽ ഭയക്കുന്ന, അത്തരം ഓലപ്പാമ്പ് കണ്ടിട്ടൊന്നും ഭയക്കുന്ന ഒരു പൊതുപ്രവർത്തകനല്ല എല്ലിശ്ശേരി വിശ്വനാഥൻ എന്നും കൂടി നമ്മുടെ മൂന്നാം വാർഡിലെ ജനങ്ങളോട് വളരെ വിനയപൂർവ്വം അറിയിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുക. എന്തായാലും ഇത്രയും നേരം, കാരണം ഈ വരക്കാടിന്റെ മാത്രമല്ല മൊത്തമായിട്ടുള്ള തൻ്റെ രാഷ്ട്രീയ ജീവിതവും തൻ്റെ വികസന കാഴ്ചപ്പാടുകളും അതിൻ്റെ ഇംപ്ലിമെന്റേഷൻസ്, അതിൻ്റെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ വളരെ വ്യക്തമായിട്ട് പഠിക്കുകയും അതിൽ പ്രവർത്തന പരിചയമുള്ള ഒരു വ്യക്തിയാണ് എലിശ്ശേരി വിശ്വേട്ടൻ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. സാധാരണ ജനങ്ങളും ഇത് മനസ്സിലാക്കി കഴിഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പൊതുജീവിതവും അദ്ദേഹത്തിൻ്റെ വ്യക്തി ജീവിതവും വളരെ
വ്യക്തമായിക്കൊണ്ട് തന്നെ അത് ഒരു പച്ചയായ മനുഷ്യൻ എന്നുള്ള രീതിയിൽ അങ്ങേയായിട്ട് സംസാരിക്കുവാനും അങ്ങയുടെ വികസന കാര്യങ്ങളും വികസന കാഴ്ചപ്പാടുകളും അങ്ങയുടെ ഇനി ചെയ്യാൻ പോകുന്ന കാര്യങ്ങളും വളരെ വ്യക്തമാക്കിയതിന് ഒരുപാട് നന്ദി. എന്തായാലും ഈ ഒരു ഇലക്ഷനിൽ താങ്കൾക്ക് എല്ലാവിധ വിജയാശംസകളും ഞങ്ങൾ നേരുകയാണ്. CCV അവതരിപ്പിക്കുന്ന കോഫി വിത്ത് കാൻഡിഡേറ്റ്സ് എന്ന ഈ ഒരു പ്രോഗ്രാം സെഗ്മെന്റ് വിശേഷന്റെ കൂടെ ഞങ്ങൾ ഇന്ന് ഇവിടെ സമാപിക്കുകയാണ്. മറ്റൊരു കാൻഡിഡേറ്റുമായി അടുത്ത ദിവസം ഇതേ സമയം. നന്ദി, നമസ്കാരം, ഗുഡ് ബൈ.